ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി. ഇപ്പോൾ ഞാനത് ചിക്കനിലാണ് ചെയ്യണമെങ്കിലും ഇത് സെയിം റെസിപ്പി വെച്ചിട്ട് നമുക്ക് മട്ടൻ, ബീഫ്, പിന്നെ ചെമ്മീൻ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. സെയിം റെസിപ്പി ഫോളോ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മൾ കൈമാരി തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ കൈമാരി ആയതുകൊണ്ട് അതിന് നമുക്ക് രമ്പയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ഫ്ലേവറായിട്ടുള്ള അരിയാണ് കൈമ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പിന്നെ രമ്പയിൽ ചേർക്കേണ്ട. അപ്പോൾ ഞാൻ സർവ്വസുഗന്ധിയില മാത്രമേ ചേർത്തിട്ടുള്ളൂ. സർവ്വസുഗന്ധിയില ഇല്ലാത്തവർക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക, വയണയില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ ഇത് ഞാൻ ചേർക്കുന്നത് കൊണ്ട് ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല. ഇനി അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. 4 കപ്പ് അരി നമ്മൾ കുതിർത്തിട്ടൊന്നുമില്ല, വെറുതെ കഴുകിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് വേവൊന്നും വേണ്ട, ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിളച്ച് വന്നാൽ മതി. അതായത് നമ്മൾ ഉപ്പ് ചേർക്കും, ആ ഉപ്പൊന്ന് അതിലിങ്ങനെ പിടിച്ച ഉടനെ നമുക്കിത് ഊറ്റിയെടുക്കാം. നമ്മൾ ദം ഇടുമ്പോഴാണ് ഇതിൻ്റെ വേവ് ശരിയായ രീതിയിൽ വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കൈമാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കി നിൽക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് വെന്ത് കുഴയും. അതുകൊണ്ട് തന്നെ സദ്യ ഉണ്ടാക്കുന്നവർക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്. കൈമാരിയിൽ സാധാരണ ബിരിയാണി വയ്ക്കുമ്പോൾ അത്രയ്ക്കും പെട്ടെന്ന് വേവുന്ന അരിയാണ്. വെന്ത് കുഴഞ്ഞാൽ ഒരു രുചിയും ഉണ്ടാവുകയില്ല. അപ്പോൾ അതിൽ നമുക്ക് ഉപ്പ് ചേർത്ത്, ഞാൻ കുറച്ചധികം ഉപ്പ് ചേർത്തിട്ടുണ്ട്. കാരണം നമുക്ക് അരിയിൽ ഉപ്പ് പിടിക്കണമെങ്കിൽ ഒരുപാട് വെള്ളം ഉണ്ടാകുമ്പോൾ ആ വെള്ളത്തിന് ചേർന്ന ഉപ്പ് ചേർത്താൽ മാത്രമേ നമ്മുടെ അരിയിൽ ശരിക്കും ഉപ്പ് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം ഉപ്പ് ചേർത്തത്. ഇപ്പോൾ ആ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. തിള വന്ന് തുടങ്ങിയാൽ ഉടനെ ഊറ്റണം. ഈ തിള വന്ന് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരി പകുതി വെന്തു എന്നാണ്, പകുതി. അപ്പോൾ പിന്നീട് നമ്മൾ വേവിക്കാൻ എന്നാൽ ദമ്മിടുമ്പോൾ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നമ്മളിത് ഊറ്റി മാറ്റണം. ഒരുപാട് ഇങ്ങനെ തിളച്ചതാവരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈമാരിയാണ് വേവിക്കുന്നതെങ്കിൽ നമ്മൾ അടുത്ത് നിന്നിട്ട് ഉടനെ തന്നെ ഊറ്റി മാറ്റണം. സംസാരിച്ചൊന്ന് നിന്നിട്ട് നമ്മളിത് വേവ് കൂട്ടരുത്. അപ്പോൾ നമുക്കിത് ഊറ്റി മാറ്റാം. ഊറ്റി മാറ്റിയിട്ട് ഒന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ ദമ്മിടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ വെക്കുന്നതിനേക്കാൾ മുമ്പ് അരി വേവിച്ച് മാറ്റി വെക്കണം. പിന്നെ നമ്മളിത് പൂർണ്ണമായും നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. വേറൊരു ഓയിലോ ഒന്നും ഞാൻ പറയില്ല, അത് നെയ്യിൽ തന്നെ ഉണ്ടാക്കണം. നെയ്യിൽ തന്നെയാണിത് ഈ ബിരിയാണി ടേസ്റ്റ്. ഇനിയിപ്പോൾ ഡാൽഡ ഒന്നും ചേർക്കരുത് കേട്ടോ, നെയ്യ് തന്നെ ചേർക്കണം. അതിലേക്ക് ഞാൻ 150 ഗ്രാം വെളുത്തുള്ളി ചതച്ചെടുത്തത് ആദ്യം ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ടിങ്ങനെ മൂത്ത് വന്നിട്ട് നമ്മുടെ നെയ്യിൽ ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇങ്ങനെ നിറയണം. അതിനുശേഷം നമുക്ക് സവോള ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ സവോള എന്ന് പറഞ്ഞാൽ 2 ചേർത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 8 സവോള അരിഞ്ഞ് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നീട് ചേർക്കും. പക്ഷേ ഇപ്പം നമ്മൾ 2 സവോള ചേർത്തു, 10 പച്ചമുളക് ചേർത്തു, 3 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചതും നമ്മൾ ചേർത്ത് കൊടുത്തു. ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ട് ചേർക്കരുത്. എല്ലാം ഇതുപോലെ ഇങ്ങനെ ചതച്ച് ചേർക്കണം. കാരണം അതിങ്ങനെ നന്നായി ചേർന്ന് പോകുന്ന ഒരു ഫ്ലേവർ നമുക്ക് ഈ ബിരിയാണിക്ക് വേണ്ട. പക്ഷെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഒക്കെ കിട്ടുകയും വേണം. അപ്പോൾ അതൊന്നിങ്ങനെ നന്നായി പാടണ്ട, എന്നാലും ഒന്നിങ്ങനെ സോഫ്റ്റ് ആവുക നമ്മുടെ സവോളയൊക്കെ. ആ സമയത്ത് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 4 കപ്പ് അരിക്കായതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ 1.5 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അതുപോലെ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. അത് 4 കപ്പ് അരിക്ക്. ഞാൻ എടുക്കുന്നത് 1 കിലോ കോഴിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്. ബിരിയാണിക്ക് എപ്പോഴും അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത്. ഇത് ശരിക്കും ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോഴാണ് എല്ലാ മസാലകളും ചേർന്നിട്ടുള്ള നല്ലൊരു ഫ്ലേവർ നമ്മുടെ ബിരിയാണി കിട്ടണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് പിന്നെ ചേർക്കുന്ന തൈരും കൂടി എണ്ണ തെളിഞ്ഞ് വരണം. ഇനി നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചോറിൽ ചേർത്ത് കഴിഞ്ഞു. നമുക്കിനി ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർക്കേണ്ടത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ബിരിയാണി മസാല. ഞാനിവിടെ വീട്ടിൽ പൊടിച്ച ബിരിയാണി മസാലയാണ്. ഞാനൊരു തവണ കാണിച്ചിട്ടുണ്ട് ഷോർട്ടായിട്ട് നമ്മുടെ ബിരിയാണി മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ അത് ഞാൻ 2 ടീസ്പൂൺ നിറച്ചും ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മൾ 1 കിലോ ചിക്കൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പീസസ് ഒരുപാട് വലിയ പീസും അല്ല, എന്നാൽ ചെറിയ പീസും അല്ല, അങ്ങനെയാണ് ഞാൻ കഷ്ണങ്ങളാക്കി. ഇനി ഇതിലും വലിയ കഷ്ണങ്ങളാക്കണം എന്നുള്ളൊരു കാക്ക ഇതിൽ ചെറുത്. അതിന് പീസിൻ്റെ വലിപ്പത്തിന് പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ പീസ് വലുതാകുമ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി കൊടുക്കുമ്പോൾ അങ്ങനെ നല്ല ഭംഗിയിൽ കൊടുക്കാൻ പറ്റും. പീസ് ചെറുതാണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ബിരിയാണിയിൽ നിറഞ്ഞ് ചിക്കൻ പീസ് എടുക്കുമ്പോൾ നമുക്ക് ചിക്കൻ പീസ് കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് കുറച്ചും കൂടെ ഇഷ്ടമാകും. അത്രയ്ക്കൊക്കെ പ്രത്യേകതയുള്ളൂ നമ്മുടെ ഈ ചിക്കൻ്റെ പീസുകളിലുള്ള വ്യത്യാസം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കതിൽ മാറ്റങ്ങൾ വരുത്താം. ഇനി നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ നമ്മൾ തൈരിൻ്റെയും മസാലയുടെയും ഒക്കെ ഒരു വെള്ളം അല്ലാതെ നമ്മൾ പ്രത്യേകിച്ചൊരു വെള്ളമൊന്നും ഇനി ഇതിൽ ചേർക്കില്ല. ഇതിൽ കിടന്നിട്ടാണ് നമ്മുടെ ചിക്കൻ വേവേണ്ടത്. അപ്പോൾ നമ്മൾ തൈര് ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് വേവും. നമ്മളിങ്ങനെ പുരട്ടി വെച്ചിട്ടൊന്നുമില്ല ഒന്നും. അതുപോലെ ഇതിൽ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. കാരണം നമ്മൾ ഒട്ടും വെള്ളമില്ലാതെയാണ് ഇത് മൂടി വെച്ചിട്ട് വേവിക്കാൻ പോകുന്നത്. ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം, അതുപോലെ തൈരിൻ്റെ വെള്ളത്തിൻ്റെ അംശം, അതെല്ലാം കൊണ്ടാണ് നമ്മളിനി ബിരിയാണി ദമ്മിടാൻ പോകുന്നതും ഒക്കെ ഇതിലാണ് നമ്മൾ പ്രത്യേകിച്ച് ഇനി ഒരു വെള്ളമൊന്നും ചേർക്കില്ല. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ സവോള വറുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ സവോള വറുത്ത് വെച്ചതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് കാഷ്നട്ട്. കിസ്മിസ് ഞാൻ ചേർത്തിട്ടില്ല, കാരണം ഇവിടെ കിസ്മിസ് ഒട്ടും ഇഷ്ടമല്ല ബിരിയാണിയിൽ. ശരിക്കും പറഞ്ഞെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ ബിരിയാണിക്ക് വേണം. പക്ഷേ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ഇവിടുത്തെ ഒട്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാതെ. അവർ പറയും പിന്നീട് അത് പറക്കി കളയാൻ നിൽക്കണം, അപ്പോൾ ചേർക്കാതിരുന്നൂടെ എന്ന് ചോദിക്കുന്ന കാരണമാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ ഞാനിവിടെ 4 സവോള വറുത്തത് ഇപ്പോൾ ചേർത്തിട്ടുണ്ടെങ്കിൽ വേറെ വറുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 4 സവോള ചേർത്ത്, അപ്പം മൊത്തം 6 സവോളയാണ് നമ്മളിപ്പോൾ ചിക്കനിൽ ചേർത്തിരിക്കുന്നത്. 2 നമ്മൾ ആദ്യം ചേർത്തുമല്ലോ. ഒക്കെ ഇടത്തരം വലിപ്പത്തിലുള്ളതാട്ടോ, വലുതുമല്ല ചെറുതുമല്ല, ആ പാകത്തിലുള്ള സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ മൂടി വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ ചിക്കൻ വേവും. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത് വീണ്ടും നമ്മൾ മൂടി വെച്ച് തന്നെ വേവിക്കണം. തുറന്ന് വേവിച്ചാൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഈ ഊറി വരുന്ന വെള്ളമൊക്കെ വറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൂടി വെച്ചിട്ട് തന്നെ വേവിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വെള്ളം അത്ര പെട്ടെന്നൊന്നും വറ്റിപ്പോവില്ല. നമുക്ക് വീണ്ടും മൂടി വയ്ക്കാം. പിന്നെ നമ്മൾ വെന്തിട്ട് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അതിൽ നെയ്യും ചിക്കൻ്റെ നെയ്യും എല്ലാതും ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അത്യാവശ്യത്തിന് ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും കുറച്ച് ചിക്കൻ പീസ് ബാക്കി വെച്ചിട്ട് ബാക്കി ചിക്കൻ പീസ് കോരി മാറ്റാം. ഒന്നുകിൽ വേണമെങ്കിൽ നമുക്കിത് വറുത്ത് വയ്ക്കാം കേട്ടോ, അല്ലെങ്കിൽ നമുക്കിത് വേറൊരു കാര്യത്തിനാണ്, പക്ഷെ വേണമെങ്കിൽ വറുത്ത് ഉപയോഗിക്കാം ഞാൻ ഇപ്പോൾ എടുത്ത പീസ്. അപ്പോൾ ആ മസാലകളൊക്കെ ഒന്ന് മുരിഞ്ഞിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മളിതിൽ കുറച്ച് ചിക്കൻ പീസ് ബാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ഇറങ്ങി വന്നിട്ടുള്ള ഗ്രേവി ഉണ്ട്. ഇതിലാണ് നമ്മൾ ദം ചെയ്യാൻ പോകുന്നത്. അപ്പം 4 കപ്പ് അരി കൈമാരി നമ്മൾ പകുതി വേവ് ഏകദേശം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ 3 ഭാഗമാക്കണം. 3 ഭാഗമാക്കിയിട്ടാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം 1/3 ഭാഗം ചേർത്ത് കൊടുക്കുക. ഈ 3 ഭാഗമാക്കുന്നതും അതിൽ കുറച്ച് മസാലകളൊക്കെ ഇടുന്നത് ഒരു കാര്യത്തിനാണ്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മളതിൻ്റെ മീതെ കുറച്ച് ഫ്രൈഡ് ഒനിയനും കാഷ്നട്ടും കിസ്മിസ് വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മല്ലിയിലും പുതിനയിലും ഒന്നും ഇതിൽ ഒരുപാട് ചേർക്കില്ല. ഏകദേശം ഒരു 50 ഗ്രാം മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ബിരിയാണിക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ വേണമെന്നുള്ളൂ, അല്ലാതെ ഒരുപാട് ഫ്ലേവർ ഒട്ടും നല്ലതല്ല. ഇനി നമ്മൾ 2ാം ഭാഗം 3 ഭാഗമാക്കി വെച്ചിട്ട് 2ാമത്തെ ഭാഗം ചോറ് ചേർത്ത് കൊടുക്കുക. അതും നമ്മൾ എല്ലാ ഭാഗത്താവുന്ന പോലെ ചേർത്ത് വെച്ചിട്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസ്, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വറുത്ത് ചേർക്കാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ചെറുക്കി ഇതേപോലെ ചേർക്കുന്ന കേട്ടോ നല്ലത്. പിന്നെ വറുത്ത് കഴിക്കണമെന്ന് ഇഷ്ടമുള്ളവർക്ക് മാത്രം വറുത്ത് കഴിക്കാം. ഇതൊക്കെ നമ്മൾ ഇത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സെർവ് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ 3ാമത്തെ ഭാഗം ചോറ് വേവിച്ച് വെച്ചതും ചേർത്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള കാഷ്നട്ടും കിസ്മിസും പിന്നെ ഫ്രൈഡ് ഒനിയനും എല്ലാം, മല്ലിയില പുതിനയില
എല്ലാതും നമ്മൾ അതിൻ്റെ മീതെ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ്, എന്നാലും ഞാനൊന്ന് പറഞ്ഞു തരികയാണ്. പിന്നെ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിപ്പോൾ അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പകുതി പോലും വെന്തിട്ടില്ല. അപ്പോൾ അത് നമുക്ക് നന്നായി വേവണം. പിന്നെ അരിയിലേക്ക് നന്നായിട്ട് ചിക്കൻ്റെ ഫ്ലേവർ ഇറങ്ങണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ സൈഡിലേക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കുക. നെയ്യ് തന്നെ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ, അപ്പോൾ ഡാൽഡ ഒന്നും ചേർക്കരുത്. ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഈ ചോറ് ബാക്കി കൂടെ വേവണ്ടേ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരി വേവിച്ച വെള്ളം തന്നെ 1/2 കപ്പ് എടുക്കുക. എന്നിട്ട് ഈ ചോറിൻ്റെ മീതെങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനി അരമണിക്കൂർ നേരം ദമ്മിടും, അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ 20 മിനിറ്റെങ്കിലും വെക്കണം. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയി പോകാതിരിക്കാനാണ് നമ്മൾ ഈ കഞ്ഞിവെള്ളം അതിൻ്റെ മീതെ ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ ഞാനിപ്പോൾ 30 മിനിറ്റ് വെച്ചു. 30 മിനിറ്റിന് ശേഷം നമ്മുടെ ബിരിയാണി അടിപൊളിയായി വെന്തിട്ടുണ്ട്, ഒട്ടും ഉടഞ്ഞിട്ടില്ല. അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഓരോ ചോറും. പിന്നെ ഞാൻ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരൊറ്റ സൈഡ് ഒരു കയ്യിൽ കോരിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. കാരണം വെച്ചാൽ നമുക്ക് ചിക്കൻ പീസും കിട്ടും, ഗ്രേവിയും കിട്ടും. പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ള ബാക്കി ഫ്രൈഡ് ഉണ്ടും കാഷ്നട്ടും കിസ്മിസും ഇലകളെല്ലാം അതും ഒരൊറ്റ സ്പൂണിൽ നമുക്ക് ഇടാം. അതെന്താണെന്ന് വെച്ചാൽ ഇളക്കി കഴിക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക്. പക്ഷെ എനിക്ക് ബിരിയാണി ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അടിയിലെ മസാല മുകളിലേക്ക് വരുത്തി ഓരോ ചോറിലും മണിയിലും നമ്മൾ ഈ മസാല ഇങ്ങനെ പൊതിയുമ്പോഴാണ് എനിക്ക് ബിരിയാണി കഴിക്കാൻ രുചി. എനിക്ക് നല്ല ഇവിടെയുള്ള എല്ലാവർക്കും അതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിങ്ങനെ ഇളക്കിയെടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഓരോ സ്പൂൺ കോരിയെടുക്കുമ്പോഴും അതിലെല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ആ രീതിയിലാണ് നമ്മൾ ദമ്മിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി സൂപ്പർ ചിക്കൻ ബിരിയാണി റെഡിയായി. ഇനി ബീഫ് മട്ടനിലൊക്കെ ഇത് ചെയ്യാം, പക്ഷേ അത് കുറച്ച് താമസം ഉണ്ടായിരിക്കും വേവാനായിട്ട്. ചെമ്മീൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേവും, ഇത്രയ്ക്ക് മസാലയുടെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, നല്ല സൂപ്പർ ബിരിയാണിയാണ്.